ഇന്ന് എണ്ണയിൽ മുക്കി പൊരിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത്. ഏത്തപ്പഴം വെച്ചിട്ടാണിത് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇതിനായിട്ട് ഞാൻ 3 ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് പച്ചവെള്ളത്തിൽ കൈ ഒന്ന് തൊട്ട് ഇത് കുഴച്ചെടുത്താൽ മതി. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇത് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കഷ്ണം ശർക്കരയാണ് പൊടിച്ചെടുത്തത്. ഏത്തപ്പഴം തന്നെ നല്ല മധുരമുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് മധുരം ചേർത്താൽ മതി. ഇനി ഇതിലേക്കൊരു 3 ഏലക്ക പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്കൊരു പലകയുടെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഈ പഴം ഒന്ന് ഓരോ ഉരുളകളാക്കി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൈ വെള്ളത്തിലൊന്ന് തൊട്ടാൽ മതി. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ശർക്കര ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇത് ഇതുപോലെ ആട്ടോ മടക്കിയെടുക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടും അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഉരുട്ടിയെടുക്കുക. കൈകൊണ്ട് നല്ലപോലെ അമ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്നും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പഴത്തിൻ്റെ കൂടെ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉടച്ച് പരത്തിയെടുത്താൽ മതി. കയ്യിലൊട്ടാതിരിക്കാൻ ഇച്ചിരി വെള്ളം തൊട്ട് ഇതുപോലെ പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇച്ചിരി തേങ്ങ വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചെടുത്ത് ഈ സൈഡും അതുപോലെ ആക്കിയെടുക്കാം. അതുപോലെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നെയ്യുണ്ടെങ്കിൽ നെയ്യിലുണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
ഇനി ഇതൊരു ചെറിയ തീയിൽ നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഒരു ഭാഗം ഫ്രൈ ആക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗവും അതുപോലെ ചെയ്തെടുക്കാം. എണ്ണ ഒന്നും ഒട്ടും വേണ്ട കേട്ടോ അതിന്. എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതായതിന് ശേഷം തീ ഓഫാക്കി അടുപ്പിൽ നിന്ന് വാങ്ങാം. നല്ലൊരു ടേസ്റ്റി പലഹാരം കേട്ടോ അത്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. വലിയവർക്കും കുട്ടികൾക്കും എണ്ണ ഒന്നും മുക്കി പൊരിക്കുകയൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.